ഹലോ ഓൾ, ഇന്ന് ഞങ്ങളുടെ വിഷു വ്ളോഗാണ് കേട്ടോ. അപ്പം തലേ ദിവസം തന്നെ വിഷുവിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിച്ചു. നമ്മൾ റെഡിയായി പോയി, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തി. വെജിറ്റബിൾസ്, അതുപോലെ കൊന്നപ്പൂ, അങ്ങനത്തെ സാധനങ്ങൾ, പായസം വെക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. അതിനുശേഷം ഇതേ ചേട്ടൻ വിളക്ക് വൃത്തിയാക്കുകയാണ്. വിളക്ക് വൃത്തിയാക്കാൻ കുറേ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വിമ്മും അതിൻ്റെ കൂടെ പുളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വെളുത്തു കേട്ടോ വിളക്കൊക്കെ. പിന്നെ നമ്മൾ കണി വെക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് കിടന്നു. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണി കണ്ടു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണി. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് എല്ലാം കാണിക്കണേ. പിന്നെ രാവിലെ കണി വെച്ചതിന് ശേഷം ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. ചാമക്കാവ് അല്ലെങ്കിൽ ശാരദക്കാവ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഫേമസ് അമ്പലത്തിലാണ് പോയി തൊഴുത് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ നെയ്ബർ, എൻ്റെ കൂടെ ഡാൻസിലൊക്കെ ഉള്ള നീതു എന്ന് പറഞ്ഞ കുട്ടിയുടെ വീട്ടിൽ പോയപ്പം ആറന്മുള കണ്ണാടി കണ്ടു കേട്ടോ. അപ്പോൾ ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പം അത് ഭയങ്കര പ്രസിദ്ധമായതാണ്. ഒരുപാട് കാലം അതിൻ്റെ തിളക്കം അതുപോലെ നിൽക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉള്ള കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. പിന്നെ പോയി വന്ന് നമ്മൾ കുറച്ച് നേരം സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ചുമ്മാ കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് കുക്കിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിലൊക്കെ പോയി വന്നത്. വന്നതിന് ശേഷം കുക്കൊക്കെ ചെയ്തു. പിന്നെ ചുമ്മാ ഒരു ഡാൻസ് ചെയ്താലോ എന്ന് വെച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പായസം, അതായിരുന്നു മെയിനായിട്ട് എൻ്റെ മാത്രം ഉള്ളത്. അപ്പോൾ ഞാൻ തന്നെയാണ് പായസം വെച്ചത്. പായസം മിക്സാണ് കേട്ടോ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പാലടയാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഒത്തിരി വിഭവമൊന്നും ഇല്ലായിരുന്നു. ഒരു സാമ്പാർ, ഒരു അവിയൽ, പിന്നെ ബീൻസ് തോരൻ, പപ്പടം, അച്ചാർ, പായസം, പഴം, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധാരാളമായിരുന്നു. പിന്നെ അതിന് ശേഷം വൈകിട്ട് ഈ പറഞ്ഞ രാവിലെ പറഞ്ഞില്ലേ പോയ അമ്പലത്തിൽ ഉത്സവമാണ്. ശാരദക്കാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ പത്തനംതിട്ടക്കാരുടെ വളരെ പ്രശസ്തമായ വളരെ പ്രസിദ്ധമായ അമ്പലമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് നമ്മുടെ ഇതും ഫാമിലി എല്ലാവരും ചേർന്ന് അവിടെ പോയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. രാവിലെ പോയത് കാരണം വൈകിട്ട് നമ്മൾ ഇങ്ങനെ കാളവരവ് കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഐതിഹ്യവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഉത്സവത്തിന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ അവിടുത്തെ ഈ ഉത്സവം സ്പെഷ്യലായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ കോളിഫ്ലവർ ചില്ലി, ഉള്ളിവട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോയി വീട്ടിൽ പോയി കിടന്നിറങ്ങി. അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്.